രാത്രി 9 മണി മുതൽ വായ തോന്നിയതൊക്കെ തട്ടിവിട്ടാ മതി. അതിലും ചില ടെക്നിക്കുകളൊക്കെ ഉണ്ട്. അതെന്നെ ടെക്നിക്ക്. ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും എന്ന് പറയുന്ന റിമോട്ടുകളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു TV മാത്രമാണ് ഇനി നരേന്ദ്രമോദി എന്ന അവസ്ഥയിൽ. ഞാനിങ്ങനെ മര്യാദക്ക് ഇരിക്കണമെന്നേ ഉള്ളൂ. ഏട്ടാ ഞാൻ മറ ചേട്ടേണ്. നരേന്ദ്രമോദി എന്ന് പറയുന്ന ബലൂൺ പൊട്ടിക്കഴിഞ്ഞിരിക്കുന്നു. മൊയിലാളിയാണെന്ന് പറഞ്ഞ് ഒരുപാട് ചൊറിയണ വർത്താനം പറയരുത്. ഇനിയിപ്പോ രാഹുൽ ഗാന്ധി കോൺഗ്രസ് എന്തായാലും റിവൈവലിന്റെ പാതയിലാണ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നതിനെ ആശ്രയിച്ചാണ് യഥാർത്ഥത്തിൽ ഇനിയുള്ള പ്രതിപക്ഷത്തിന്റെ ഭാവി എന്ന് പറയുന്നത്. കക്കാൻ മാത്രമല്ല നിക്കാനും പഠിച്ചവനാ നീ. എന്നിങ്ങനെ പൂഴ്ത്തി പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലേട്ടാ. അതെന്താ എന്താണെന്നറിയില്ല. വൺ നേഷൻ വൺ ഇലക്ഷൻ UCC ഇതൊക്കെ ഈ മൂന്നാം ടൈമിൽ നടപ്പാക്കുന്നത് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് പ്രതിപക്ഷ ബെഞ്ചുകളിൽ ഇരുന്നു കൊണ്ട് ഒന്നുകിൽ ഇറങ്ങിപ്പോകാം അല്ലെങ്കിൽ അവിടെ ഇരുന്ന് രാഹുൽ ഗാന്ധിക്കും ടീമിനും കാണാം എന്നുള്ളതാണ് സംഭവിക്കാൻ പോകുന്നത്. BJP അല്ലാതെ മറ്റൊരു പാർട്ടിയും 232 സീറ്റുകളിലധികം കഴിഞ്ഞ 35 വർഷത്തിനിടയിൽ നേടിയിട്ടില്ല. ഞാനതൊന്നും അറിയുന്നില്ലെന്നാണ് അതിന്റെ വിചാരം. കോൺഗ്രസ് അധികാരത്തിലെത്തിയ UPAയുടെ ടൈമിലേത് നോക്കൂ. 2004 145 കോൺഗ്രസിന്റേത്, 2009 206. ആ കണക്കുകളൊക്കെ ഓർമ്മയുണ്ടാകണം. പേടിച്ചിട്ടാ പണ്ട് എനിക്ക് അങ്ങനെയാ, പേടിച്ചെനിക്ക് കണക്കേറ്റി പോകും. ആ കണക്കുകൾ ഓർമ്മിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഓർമ്മയുണ്ടാവണം. എന്താണെന്നറിയാമോ, ഈ 240 കിട്ടിയിട്ടും 250 കിട്ടിയിട്ടും 260 കിട്ടിയിട്ടും ഒരു കാര്യമില്ല. ഓ അങ്ങനെയല്ലല്ലോ കേട്ടത്. അതെ, കേട്ടത് വേറെ തരത്തിലായിരിക്കും, പക്ഷെ ഞാൻ പറയുന്ന സത്യം. 260 കിട്ടിയിട്ടും ഒരു കാര്യമില്ല. ഓ 272 കിട്ടിയില്ലെങ്കിൽ. കാരണം അതാണ് ഭൂരിപക്ഷം. കോൺഗ്രസ് അത് NDAക്കുണ്ട്. ഒന്നിച്ച് മത്സരിച്ച കൂടുതൽ ഡയലോഗ് ഒന്നും കാച്ചണ്ട. ഇവിടെ തർക്കശാസ്ത്രത്തിൽ PhD എടുത്തവളാണ്, പറഞ്ഞു ജയിക്കാൻ പറ്റൂല. 303 സീറ്റുകളുള്ള ലെവലിൽ നിന്ന് 240 സീറ്റിലെത്തി ഈ പാവം ചന്ദ്രബാബു നായിഡുമായിട്ട് നാട്ടു കളിക്കാൻ പോകേണ്ടി വരുന്ന സാഹചര്യം അതുകൊണ്ടാണ്. അത് ഈ ചന്ദ്രബാബു നായിഡു ഇപ്പൊ നാട്ടുമല്ല, അത് പ്രീപോൾ അലയൻസ് ആണ്. അറിയാതെ മണ്ടത്തരം പറയല്ലേ. പ്രീപോൾ അലയൻസായി അന്തസ്സായി മത്സരിച്ച് നേടിയതാണ്. ചളമായെന്നാ തോന്നുന്നു. ഇതേപോലെ മത്സരിച്ചല്ലോ, എല്ലാ കാർഡ് ഇറക്കിയല്ലോ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വേണ്ടായിരുന്നു. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഇന്നിപ്പോ ഒരു വിമതൻ കോൺഗ്രസിനോടൊപ്പമാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ. അപ്പോ 100 എന്ന് കൂട്ടാം, വേണ്ട 99 കൂട്ടിയാൽ മതി. അതൊന്നും വലിയ 200 ആയില്ല സാർ. 15 വർഷത്തെ എടുക്കുമ്പോ എത്ര പെർസെന്റേജ്? ആർക്ക്? കോൺഗ്രസിനോ? കോൺഗ്രസിന്റെ നിങ്ങൾ എന്ത് ഗ്രോത്ത് ആണ് പറയുന്നത്? അധികാരത്തിലേക്ക് പോലും എത്താൻ കഴിയുന്നില്ല. 44, 52, 99 കിട്ടിയ ഒന്ന്. നീ എന്തിനാ വരളുന്നത്? 14 സീറ്റ് കിട്ടിയ പാർട്ടിയല്ലേ കോൺഗ്രസ്. ഇപ്പൊ 99-ലുണ്ട്. ശരി, 99-ലേ ഉള്ളൂ. തകർന്ന് കിടക്കാണ്. അതിന്റെ റിവൈവൽ പാതയാണ് അടുത്ത 5 വർഷം. വെറുതെ കിടന്ന് ഉരുളാദാശനെ. ഇതൊക്കെ പഴയ കാലത്തിന്റെ ഓർമ്മയുടെ തികട്ടലാണ്. UCC നടപ്പാക്കും, വൺ നേഷൻ വൺ ഇലക്ഷൻ നടപ്പാക്കും. വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. ഹിന്ദു കോഡല്ല വരാൻ പോണത്, യൂണിഫോം സിവിൽ കോഡാണ്. പറഞ്ഞിട്ടില്ല. നിങ്ങൾ പ്രചരിപ്പിച്ചു, ഇന്ത്യ മുന്നണി പ്രചരിപ്പിച്ചു. എന്താണ് ഇത്? എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. രാഹുൽ തുടങ്ങിയെങ്കിൽ ഇപ്പുറത്ത് മോദിയും തുടങ്ങി. കാലമൊന്നല്ലോ, അത് തന്നെ പഴയ കാലമല്ല. ഇടതുപക്ഷം 1, NDA 1 കേരളത്തിൽ. ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. ഇത്രയും കാലം റേഡിയോ പ്രക്ഷേപണം മാത്രമായിരുന്നു. പറയുമ്പോ നമ്മൾ പണ്ട് നമ്മൾ പറയല്ലോ, ഒരു സ്ഥലത്ത് പോയി പറഞ്ഞാൽ മതി. ഇനി പൊളിഞ്ഞ ആ സ്ഥലത്ത് പോയി പറഞ്ഞാൽ മതി. കുന്തിരിക്ക് എനിക്ക് ഇഷ്ടമാണ് എന്ന് വെച്ചാൽ അതിന്റെ മൂട്ടിലിട്ട് പോയിക്കരുത്. പണ്ട് നമ്മൾ പറയല്ലോ, ഒരു സ്ഥലത്ത് പോയി പറഞ്ഞാൽ മതി. ഇനി പൊളിഞ്ഞ ആ സ്ഥലത്ത് പോയി പറഞ്ഞാൽ മതി. ഇത്തരം കാര്യങ്ങൾ കേരളത്തിലും അതെ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായി. കഴിഞ്ഞ തവണ 224 മണ്ഡലങ്ങളിൽ 50% ഉണ്ടായിരുന്നു. ഇപ്പൊ അത് 155 സ്ഥലങ്ങളിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് കേട്ടോ. കഷ്ടായി പോയി. നേരിട്ട് മത്സരിച്ചതിൽ 70% ഇപ്പോഴും BJPക്കാ വിജയം. എവിടെ രാഹുൽ ഗാന്ധി? BJP രാഹുൽ ഗാന്ധിയുടെ പ്രഭാവം എവിടെ? നേരിട്ട് ഏറ്റുമുട്ടിയിട്ട് 30% ഉള്ളൂ. അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. ഡോക്ടർ അരുൺ പരുത്തിക്കാട്, MV നികേഷ് കുമാർ 3 പേരോടും കൂടിയാണ്. UPA 2 ടൈം ഭരിച്ചിട്ട് ഇറങ്ങിയിട്ടുള്ള അടുത്ത തെരഞ്ഞെടുപ്പിൽ കിട്ടിയ സീറ്റ് ഇതുകൊണ്ടൊന്നും ഞങ്ങൾ തോറ്റു എന്ന് വിചാരിക്കണ്ട.
പകുതിയുണ്ടോ? കാർസോ പറഞ്ഞിരുന്നോ? പകുതിയുണ്ടോ? പകുതിയുണ്ടോ? നാണമില്ല. താഴെ ഇറങ്ങൂ ദൈവം താഴെ ഇറങ്ങൂ. എനിക്ക് നാണമല്ല, അഭിമാനമാണ്. എന്നെ നാണം കെടുത്താനായിട്ട് വേറെ തിരിച്ചിരിക്കുകയാണ്. അധികാരത്തിൽ ദൈവം മോദിയുടെ കൂടെ. ദൈവം മോദിയുടെ കൂടെയാണ്. ബിജെപിയിലെ ഒരു ദൈവം മോദിയുടെ കൂടെയാണ്. ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരി കേട്ടത്. മോദി ഭരിക്കുന്നത് കണ്ട് NDA ഭരിക്കുന്നത് കണ്ട് ഉച്ചവും പരിഹാസവും വിളമ്പി 5 വർഷം കൂടി നയിച്ചു പോകാം സാർ. എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കണോ? സുനാമി മുഖം വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? അബ്കി ബാർ 400 പറഞ്ഞ ബിജെപിയുടെ അവസ്ഥ എന്താണെന്നറിയോ? ഭരിക്കുന്നത് മോദി. എന്താണെന്നറിയോ സുജയ, ശ്രദ്ധിച്ചു കേൾക്കണം. അബ്കി ബാർ 400 ബാർ പറഞ്ഞ മോദി ഇപ്പൊ പറയുന്നത് അബ്കി ബാർ ചോക്കോ ബാർ. പട്ടി തെണ്ടി ചെറ്റെ നായിന്റെ മോനെ. എടാ ഇവള് നമ്മളെക്കാളും താറേടാ.